എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് +2 ഹിസ്റ്ററിയുടെ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ വീഡിയോ വൺ വേർഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ളതാണ് +2 ഹിസ്റ്ററിയിലെ. അപ്പോൾ നമുക്ക് ധാരാളം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. നമുക്ക് 15ഓളം പാഠഭാഗങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, +2 ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. അപ്പം ആ 15ഓളം പാഠത്തിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് വരും. അപ്പം അതെല്ലാം ഒറ്റ വീഡിയോയിൽ ചെയ്യുക എന്ന് വെച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. അപ്പം എന്ത് ചെയ്യാം, ഞാൻ ഓരോ പാർട്ടാക്കിയിട്ട് മാക്സിമം ഒരു 5 പാർട്ടോളമായിട്ട് വൺ വേർഡ് വീഡിയോസ് ചെയ്യാം. എക്സാം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വേഗം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ആ ഒരു മാർക്ക് അവിടെ സേഫായി ഇരിക്കും. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ചാനൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ. പക്ഷേ നിങ്ങൾ എനിക്ക് തരുന്ന ആ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ അത് തന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് അല്ലേ. അസ്ഥികകൾ, ഇഷ്ടികകൾ, കൽമണികൾ എന്ന് പറയുന്ന ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ആദ്യ സൂചന നൽകിയത് ആര്? അതായത് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി ഇങ്ങനൊരു സംസ്കാരം നിലവിൽ ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ചാൾസ് മേസൺ ആണ്. ചാൾസ് മേസൺ ആണ് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത്. രണ്ടാമത്തെ ചോദ്യം, കലപ്പയുടെ മാതൃകകൾ കണ്ടെത്തിയ ഹാരപ്പൻ സൈറ്റ് ഏത്? കലപ്പയുടെ മാതൃകകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. എവിടെ നിന്നൊക്കെയാണ്? ചൊലിസ്ഥാനിൽ നിന്നും ബനവാലിയിൽ നിന്നുമാണ് കലപ്പയുടെ മാതൃകകൾ കണ്ടെത്തിയിട്ടുള്ളത്. ചൊലിസ്ഥാനിൽ നിന്നും ബനവാലിയിൽ നിന്നും. മൂന്നാമത്തെ ചോദ്യം, കനാലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ, ഏത് സൈറ്റിൽ നിന്നാണ്? ഏത് സൈറ്റിൽ നിന്നാണ് കനാലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? യെസ്, ഷോർട്ട് ഗായ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് നമ്മുടെ കനാലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ജലസംഭരണികൾ കണ്ടെത്തിയിട്ടുള്ള സൈറ്റ്. ഇത് നമുക്കറിയാം, ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അസംസ്കൃത വസ്തുക്കളുണ്ട്. ആ അസംസ്കൃത വസ്തുക്കളൊക്കെ ഓരോരോ സൈറ്റിൽ ആണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സൈറ്റ് എന്തിന് പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ നോക്കണം. അപ്പം ജലസംഭരണികൾ കണ്ടെത്തിയിട്ടുള്ള സൈറ്റ് ഏതാണ്? ധോലാവീരയാണ്. ധോലാവീരയിൽ നിന്നാണ് ജലസംഭരണികൾ കണ്ടെത്തിയിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? മോഹൻജൊദാരോ ആണ്. മോഹൻജൊദാരോ ആണ് മരിച്ചവരുടെ കുന്ന്, മൗണ്ട് ഓഫ് ദി ഡെത്ത് എന്ന് അറിയപ്പെടുന്നത്. ആദ്യം കണ്ടെത്തിയ സൈറ്റ് ഏതാണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം കണ്ടെത്തിയിട്ടുള്ള സൈറ്റ് ഏതാണ്? ഹാരപ്പയാണ്. അതാണ് മാതൃകാസ്ഥാനം, ടൈപ്പ് സൈറ്റ് എന്ന് പറയുന്നത്. ആദ്യം കണ്ടെത്തിയ സൈറ്റ് ഹാരപ്പയാണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ്. എട്ടാമത്തെ ചോദ്യം, വലിയ കുളിപ്പുര, ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വലിയ കുളിപ്പുര അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? മോഹൻജൊദാരോയിലാണ് വലിയ കുളിപ്പുര അഥവാ ഗ്രേറ്റ് ബാത്ത് സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, മെസോപ്പൊട്ടേമിയൻ രേഖകളിൽ പരാമർശിക്കുന്ന ഹാരപ്പൻ നഗരം ഏത്? മെസോപ്പൊട്ടേമിയൻ രേഖകളിൽ പരാമർശിക്കുന്ന ഹാരപ്പൻ നഗരം ഏതാണ്? മെലൂഹയാണ്. മെലൂഹ എന്ന നഗരമാണ് മെസോപ്പൊട്ടേമിയൻ രേഖകളിൽ പരാമർശിക്കുന്ന ഹാരപ്പൻ നഗരം. പത്താമത്തെ ക്വസ്റ്റ്യൻ, കരകൗശല വസ്തുവുമായി ബന്ധപ്പെട്ട സൈറ്റ് അല്ലെങ്കിൽ കരകൗശല ഉൽപ്പാദനത്തിന് പേര് കേട്ട സൈറ്റ് ഏതാണ്? ചൻഹുദാരോ. ചൻഹുദാരോ എന്ന സൈറ്റാണ് കരകൗശല ഉൽപ്പാദനത്തിന് പേര് കേട്ടിട്ടുള്ള സൈറ്റ്. 11ാമത്തെ ചോദ്യം, കക്കകൾക്ക് പേര് കേട്ട സൈറ്റ് ഏത്? കക്ക അല്ലേ, കക്ക കേട്ടിട്ടില്ലേ? ഈ കക്കകൾക്ക് പേര് കേട്ടിട്ടുള്ള സൈറ്റ് ഏതൊക്കെയാണ്? നാഗേശ്വറും ബലാക്കോട്ടുമാണ് കേട്ടോ. നാഗേശ്വറും ബലാക്കോട്ടുമാണ് കക്കകൾക്ക് പേര് കേട്ടിട്ടുള്ള ഹാരപ്പൻ സൈറ്റ്. 12ാമത്തെ ചോദ്യം, കടുനീല രത്നം കണ്ടെത്തിയിട്ടുള്ള സൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കടുനീല രത്നം കണ്ടെത്തിയിട്ടുള്ള സൈറ്റ് ഏതാണ്? ഷോർട്ട് ഗായ് ആണ്. ഷോർട്ട് ഗായിൽ നിന്നാണ് കടുനീല രത്നം കണ്ടെത്തിയിട്ടുള്ളത്. ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ആര്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ASIയുടെ ആദ്യത്തെ ഡയറക്ടർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ആരാണ്? കണ്ണിങ്ഹാം ആണ്. അലക്സാണ്ടർ കണ്ണിങ്ഹാം. 14ാമത്തെ ചോദ്യം, മോഹൻജൊദാരോയിൽ 1922 ഉദ്ഖനനം നടത്തിയത് ആര്? അല്ലെങ്കിൽ ഈ മോഹൻജൊദാരോയിൽ ആരാണ് 1922 അവിടെ പോയി അവിടുത്തെ പുരാവസ്തുപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചത്? ആരാണ്? RD ബാനർജി എന്ന പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് 1922 മോഹൻജൊദാരോയിൽ ഉദ്ഖനനം നടത്തിയത്. RD ബാനർജി. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജോലി ചെയ്ത ആദ്യത്തെ പ്രൊഫഷണൽ പുരാവസ്തു ശാസ്ത്രജ്ഞൻ ആര്? ആരാണ് ഇന്ത്യയിൽ ജോലി ചെയ്ത ആദ്യത്തെ പ്രൊഫഷണൽ പുരാവസ്തു ശാസ്ത്രജ്ഞൻ? ജോൺ മാർഷൽ.
16ാമത്തെ ചോദ്യം, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ കഥ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? S.N. റോയ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 വേർഡ് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇനിയും 2ാമത്തെ ചാപ്റ്ററും ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വരാൻ ഒരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.